പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തറിൻ്റെ നെക്സ്റ്റ് പ്ലാനിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന TV സ്പെഷ്യൽ എപ്പിസോഡിൽ ഗുന്തർ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിലാണ്. മത്സരത്തിൽ ഡാമിൻ പ്രീസ്റ്റിനെയും ഫിൻ ബാലറിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് സക്സസ്ഫുള്ളായി ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ച ഗുന്തറിൻ്റെ നെക്സ്റ്റ് എതിരാളിയായിട്ട് നടക്കാൻ പോകുന്ന ഒരു മത്സരം അതൊരു സ്റ്റീൽ കേജ് മത്സരമായിരിക്കും. ഈ മത്സരം നടക്കാൻ പോകുന്നത് വീക്ക്ലി എപ്പിസോഡുകളിലോ പ്രീമിയം ലൈവ് ഇവൻറ്റ്സിലോ അല്ല, ഹോളിഡേ ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത്. മത്സരം എതിരാളി എന്ന് പറയുന്നത് CM Punk ആയിരിക്കും. ഗുന്തർ വേഴ്സസ് CM Punk തമ്മിലുള്ള മത്സരം പല കൂട്ടുകാരുടെയും ഒരു ഡ്രീം മാച്ചാണ്. സർവൈവർ സീരീസിൽ ഈ ഒരു മത്സരം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ നമുക്കത് കാണാൻ സാധിച്ചില്ല. ഗുന്തർ CM Punkനെതിരെ ഒരു ഹോളിഡേ ടൂറിൽ ഹൗസ് ഷോയിൽ മത്സരിക്കുമ്പോൾ ഇത് ഭാവിയിൽ വരാൻ പോകുന്ന ഫ്യൂഡിന് മുൻപുള്ള മത്സരമാണെന്നാണ് ചില കൂട്ടുകാരൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഗുന്തർ വേഴ്സസ് CM Punk ഇത്തരത്തിലുള്ള ഒരു സ്റ്റീൽ കേജ് മത്സരം വേൾഡ് ടൈറ്റിലിന് വേണ്ടിയിട്ട് ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഇടയിലുള്ള ഹോളിഡേ ടൂറിൽ WWE നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് കെവിൻ ഓവൻസിനെ സംബന്ധിച്ചാണ്. കെവിൻ ഓവൻസിനെതിരെ നടപടികൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു റൂമറാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അത് കോഡി റോഡ്സിനെതിരെ പൈൽ ഡ്രൈവർ എന്ന് പറയുന്ന മൂവ് ഉപയോഗിച്ച് ആക്രമിച്ചതിനല്ല, ട്രിപ്പിൾ എച്ചിനെതിരെ ആക്രമണം നടത്തിയതിനായിരിക്കും കെവിൻ ഓവൻസിനെതിരെയുള്ള ഒരു സ്റ്റോറി വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിലൂടെ അതോറിറ്റി വേഴ്സസ് കെവിൻ ഓവൻസ് സ്റ്റോറി അവർക്ക് ബിൽഡ് ചെയ്യാനും സാധിക്കും. ഓൾറെഡി റാൻഡി ഓർട്ടനെതിരെ പൈൽ ഡ്രൈവർ ചെയ്ത ആ ഒരു വിഷയം നിക് ഓൾഡിസിൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിക് ഓൾഡിസ് അത് ട്രിപ്പിൾ എച്ചിന് കൈമാറിയിരുന്നു. ട്രിപ്പിൾ എച്ച് കെവിൻ ഓവൻസിനെ ഷോയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. അങ്ങനെയാണ് സ്റ്റോറി ഡെവലപ്പായിട്ട് വന്നത്. ഇപ്പോൾ ഇതാ കോഡി റോഡ്സിനെതിരെയും പൈൽ ഡ്രൈവർ മൂവ് ഉപയോഗിച്ചിരിക്കുന്നു. അതിനുശേഷം ട്രിപ്പിൾ എച്ചിനെതിരെ നടന്ന ആ വാക്ക് തർക്കവും ഉന്തും തള്ളലും എല്ലാം കെവിൻ ഓവൻസിനെ സ്റ്റോറി ലൈൻ പ്രകാരം സസ്പെൻഡ് ചെയ്യാനും ചിലപ്പോൾ ഫയർ ചെയ്യാനുമുള്ള സ്റ്റോറിയിലേക്ക് പോയേക്കാം. അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഒരു സെഗ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ അതോറിറ്റി വേഴ്സസ് കെവിൻ ഓവൻസ് സ്റ്റോറിയിലേക്കായിരിക്കും പിന്നീട് കെവിൻ ഓവൻസിൻ്റെ ഭാവി സ്റ്റോറികൾ നമുക്ക് കാണാൻ സാധിക്കുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് കോഡി റോഡ്സിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന TV സ്പെഷ്യൽ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കെവിൻ ഓവൻസ് പൈൽ ഡ്രൈവർ എന്ന മൂവ് ഉപയോഗിച്ചുകൊണ്ട് കോഡി റോഡ്സിനെ ആക്രമിച്ചതും പിന്നീട് സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കോഡി റോഡ്സിനെ കൊണ്ടുപോകുന്നതും എല്ലാം പലതരത്തിലുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഇപ്പോൾ വഴി തുറന്നിട്ടുണ്ട്. അതിൽ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് കോഡി റോഡ്സിൻ്റെ എന്താണ് അപ്ഡേറ്റ് എന്നുള്ളതാണ്. കോഡി റോഡ്സിന് ഇഞ്ചുറി പ്രകാരം എന്തായാലും സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് മാറ്റി നിർത്താൻ പോകുകയാണ്. അപ്പോൾ ഈ ഇഞ്ചുറി മൂലം കോഡി റോഡ്സ് മാറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ടൈറ്റിൽ വെക്കേറ്റ് ചെയ്യേണ്ടി വരില്ലേ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. സ്റ്റോറി ലൈൻ അങ്ങനെ ബിൽഡ് ചെയ്യാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അതുകൊണ്ട് കോഡി ടൈറ്റിൽ വെക്കേറ്റ് ചെയ്യേണ്ടി വരില്ല. കോഡി റോഡ്സ് എന്തായാലും കുറച്ച് സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കോഡി റോഡ്സ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന TV സ്പെഷ്യൽ ഇവൻറ്റിൽ കൊണ്ടുവന്ന ആ വിങ്ഡ് ഈഗിൾ ചാമ്പ്യൻഷിപ്പ് തുടർന്നും കൊണ്ടുവരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. അത് ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടി ട്രിപ്പിൾ എച്ച് സ്പെഷ്യലി കോഡി റോഡ്സിന് സമ്മാനിച്ചതാണ്. ട്രിപ്പിൾ എച്ച് ഒരൊറ്റ ദിവസം, അതായത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിന് വേണ്ടി മാത്രം കൊടുത്തതാണ്. ഇനിയുള്ള വീക്ക്ലി എപ്പിസോഡിലോ പ്രീമിയം ലൈവ് ഇവൻറ്റിലോ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കോഡി റോഡ്സ് കൊണ്ടുവരില്ല. അതുകൊണ്ടാണ് കെവിൻ ഓവൻസ് ആ ഒരു ടൈറ്റിലും എടുത്തിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ട്രിപ്പിൾ എച്ചുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുന്ന പോലെയൊക്കെ കാണിച്ചത്. അപ്പോൾ സ്റ്റോറി പ്രകാരം ഇപ്പോൾ കെവിൻ ഓവൻസിൻ്റെ കൈവശത്താണ് ആ ഒരു ടൈറ്റിൽ ഉള്ളത്. അപ്പോൾ കെവിൻ ഓവൻസ് ആ ഒരു ടൈറ്റിൽ നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളത് അവർക്ക് വേണമെങ്കിൽ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ വന്നിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് സ്റ്റോറി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഇനി കൊണ്ടുവരില്ല. പഴയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് തന്നെയായിരിക്കും കോഡി റോഡ്സ് സ്റ്റോറിയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.